നമസ്കാരം പ്രേക്ഷകരെ. നിങ്ങൾ ഒരു സെക്കൻഡ് കണ്ണടച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആയുസിന്റെ പകുതിയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം വീട് കൺമുന്നിൽ വെച്ച് അലറുന്ന തിരമാലകൾ വിഴുങ്ങുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് നിസ്സഹായരായി നിലവിളിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ നെഞ്ചിലെ ആദ്യം എന്തായിരിക്കും? ഒരു വശത്ത് അലറിയടിക്കുന്ന രാക്ഷസ തിരമാലകൾ, മറുവശത്ത് ആയുസിന്റെ പകുതിയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൊച്ചു വീടുകൾ കൺമുന്നിൽ തകർന്നടിയുന്നത് നോക്കി നിൽക്കുന്ന നിസ്സഹായത. കടലമ്മ തരുന്ന മീൻ വിറ്റ് അതിൽ നിന്നുള്ള ചെറിയ വരുമാനം കൊണ്ട് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും തങ്ങളുടെ കുടുംബങ്ങളുമായി ജീവിച്ചു പോന്ന ആ പാപം മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എടുത്തു പറയാൻ വലിയ സമ്പാദ്യങ്ങളോ വലിയ ആഡംബരങ്ങളോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കില്ല. ദിവസവും പുലർച്ചെ കടലിൽ പോയി വീശിയെടുക്കുന്ന അധ്വാനത്തിന്റെ ഫലം മാത്രമായിരിക്കാം അവരുടെ ഏക ആശ്രയം. പക്ഷേ ആ കടൽ തന്നെ ഇന്ന് എല്ലാം തകർത്തെറിയുന്ന ഒരു രാക്ഷസനായി മാറിയ, സർവസ്വവും വിഴുങ്ങുമ്പോൾ കൺമുന്നിൽ അവർ വഴിയാധാരമായി പോകുന്ന ആ കാഴ്ച അങ്ങേയറ്റം ദാരുണമല്ലേ? അതെ, നമ്മുടെ നാട്ടിലെ തീരപ്രദേശങ്ങൾ ഒരു വൻ ദുരന്തം അഭിമുഖീകരിക്കുകയാണ്. നമ്മളെ പ്രളയജലത്തിൽ നിന്ന് കോരിയെടുത്ത് രക്ഷിച്ച നമ്മുടെ സ്വന്തം സൈന്യത്തിന്റെ ആ വീരമക്കളുടെ കണ്ണീരിന്റെ കഥയാണിത്. ഒരു നിമിഷം പോലും ഇടവിടാതെ ഈ വീഡിയോ ദയവായി പൂർണ്ണമായും കാണുക. ഓരോ വർഷവും മഴ കനക്കുമ്പോഴും കാലവർഷം കൊടുമ്പിരി കൊള്ളുമ്പോഴും നമ്മുടെ തീരപ്രദേശങ്ങൾ നേരിടുന്നത് ഭീകരമായ ഒരു ദുരന്തമുഖത്തെയാണ്. ആലപ്പുഴയുടെയും കൊല്ലത്തിന്റെയും തീരങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ആരുടെയും മനസ്സ് വിറച്ചു പോകും. തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, അഴീക്കൽ, കൊല്ലം എന്നീ മേഖലകളിൽ നിന്ന് ദിവസേന വരുന്ന വാർത്തകളും കാഴ്ചകളും അത്രത്തോളം ദാരുണവും നമ്മെ ഭയപ്പെടുത്തുന്നതുമാണ്. ഓരോ വർഷവും മീറ്ററുകളോളം കരയാണ് കടൽ വിഴുങ്ങുന്നത്. വൻ തിരമാലകൾ വന്ന വീടുകൾ തകർത്തെറിയുന്നു. റോഡുകളും വഞ്ചികളും വലകളും സൂക്ഷിക്കുന്ന പുരകളും തകർന്നു കിടക്കുന്നു. കിണറുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും ഉപ്പുവെള്ളം കയറി ഉപയോഗശൂന്യമാകുന്നു. പലരും രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ പ്രായമായവരെയും കുട്ടികളെയും എടുത്ത ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അഭയം പ്രാപിക്കുന്നു. വർഷത്തിൽ പകുതി ദിവസവും സ്വന്തം വീട് വിട്ട് ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന ഈ മനുഷ്യരുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതം ചെറുതൊന്നുമല്ല. പക്ഷേ ഇത്രയൊക്കെ ദുരിതം അനുഭവിച്ചിട്ടും ഈ നാടിനൊരു ആപത്ത് വന്നപ്പോൾ അന്നും എന്നും സ്വന്തം വയറിന്റെ വിശപ്പ് മറന്ന് നമ്മളെ രക്ഷിക്കാൻ ആദ്യം എത്തിയത് ഇതേ മനുഷ്യരാണ്. നമ്മുടെ നാട് ആപത്തിലാകുമ്പോൾ സങ്കടപ്പെട്ടിരിക്കാനല്ല, സ്വന്തം നാടിനെയും സഹോദരങ്ങളെയും രക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് പോരാടാനാണ് ഈ മനുഷ്യരെ കടലമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴയെയും പത്തനംതിട്ടയെയും എറണാകുളത്തെയുമെല്ലാം പ്രളയം വിഴുങ്ങിയ ആ കറുത്ത ദിനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആകാശത്തോളം ഉയർന്ന വെള്ളപ്പൊക്കത്തിൽ കെട്ടിടങ്ങളുടെ മുകളിൽ ജീവനായി യാചിച്ച് ആയിരക്കണക്കിന് മനുഷ്യരുടെ അടുത്തേക്ക് ഔദ്യോഗിക രക്ഷാസേനകൾക്കൊപ്പം ആരാണ് കാവലാളായി എത്തിയത്? ഇതേ ആലപ്പുഴയുടെയും കൊല്ലത്തിന്റെയും വീരമക്കൾ. അഴീക്കലിലെയും തൃക്കുന്നപ്പുഴയിലെയും ആറാട്ടുപുഴയിലെയും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ. ലക്ഷങ്ങൾ വിലമതിക്കുന്ന തങ്ങളുടെ വലിയ വള്ളങ്ങളും ബോട്ടുകളും ട്രക്കുകളിൽ കയറ്റി മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇവർ ദുരന്ത ഭൂമിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാമായിരുന്ന ചാകരക്കാലമായിരുന്നു. എന്നിട്ടും ആ ലാഭങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ആ വള്ളങ്ങൾ തകർന്നു പോകുമെന്ന് അറിഞ്ഞിട്ടും അവർ ആ പ്രളയ ജലത്തിലേക്ക് ചാടിയിറങ്ങി. ചെളിയും വടങ്ങളും മരച്ചില്ലകളും നിറഞ്ഞ അടിയൊഴുക്കുള്ള ആ വെള്ളത്തിലൂടെ അവർ മണിക്കൂറുകളോളം വള്ളങ്ങൾ തുഴഞ്ഞു. മുതിർന്നവരെയും കുഞ്ഞുങ്ങളെയും തോളിലേറ്റിയും വള്ളത്തിലേക്ക് കയറാൻ സ്വന്തം മുതുകുപോലും പടിയാക്കി കൊടുത്തും അവർ കാണിച്ച ആ ത്യാഗം കണ്ടു നിന്നവർ വിതുമ്പിപ്പോയ കാഴ്ചകളായിരുന്നു. രക്ഷാപ്രവർത്തനം കഴിഞ്ഞു മടങ്ങുമ്പോൾ പട്ടിണിയിലായ ആ മത്സ്യത്തൊഴിലാളികൾക്ക് ജനങ്ങൾ പ്രതിഫലമായി പണം നീട്ടിയപ്പോൾ, ഞങ്ങൾ ഇത് കാശിനു വേണ്ടിയുള്ള ജോലിയായി ചെയ്തതല്ല, ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കാനുള്ള കടമയാണ് എന്ന് പറഞ്ഞ് ആ തുക നിരസിച്ച അവരുടെ ആ മഹാമനസ്കതയും നമ്മൾ കണ്ടതാണ്. ഒരു സർക്കാർ ഉത്തരവിനും കാത്തു നിൽക്കാതെ, അവാർഡുകൾക്ക് വേണ്ടി അല്ലാതെ, സ്വന്തം നെഞ്ചിലെ കരുണയും വീര്യവും മാത്രം ആയുധമാക്കി കടന്നു വന്ന ആ സഹോദരങ്ങൾ ശരിക്കും നമ്മുടെ കേരളത്തിന്റെ സ്വന്തം സൈന്യം തന്നെയാണ്. കടലിലെ വൻ തിരകളോട് പൊരുതി നേടിയ ആ കൈക്കരുത്തും അസാമാന്യ ധൈര്യവുമാണ് അവർ ദുരന്തമുഖങ്ങളിൽ
പുറത്തെടുത്തത്. എന്നാൽ ഇന്ന് അറബിക്കടലിൽ അടിക്കടി ഉണ്ടാകുന്ന തീവ്ര ന്യൂനമർദ്ദങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ട്രോളിംഗ് നിരോധനം, കടലിൽ പോകാൻ കഴിയാത്ത ദിവസങ്ങളുടെ വർധനവ്, ഉയർന്ന ഇന്ധനവില എന്നിവ കാരണം ഇവർ കടുത്ത കടക്കെണിയിലാണ്. എന്നാൽ ഇപ്പോൾ ഇത് ഇവരുടെ വീടുകളിൽ വെള്ളം കൂടി കയറുകയാണ്. കടലാക്രമണം ആ പ്രദേശങ്ങളിൽ രൂക്ഷമാണ്. ഈ അവസരങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് സ്വയം ചോദിക്കുക. ശരിയാണ്, കടൽ എന്നും അവർക്ക് അമ്മയാണ്. എന്നാൽ ആ കടൽ കോപിക്കുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനം കാരണം തീരപ്രദേശങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോഴും നെഞ്ചു പിടയുന്നത് ഇതേ മനുഷ്യരുടേതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വിലമതിക്കാനാവാത്ത ത്യാഗങ്ങൾ വെറും ഒരു വാർത്തയായി മാഞ്ഞു പോകാൻ പാടില്ല. തീരദേശ സംരക്ഷണത്തിനും അവരുടെ സുരക്ഷിതമായ ഭാവിക്കുമായി നമ്മൾ ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതുണ്ട്. സ്വന്തം ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴും നാടിന്റെ കാവലാളുകളായി മാറിയ ഈ യഥാർത്ഥ ഹീറോകളെ നാം എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കണം. നമ്മെ പ്രളയത്തിലും അപകടങ്ങളിലും കാത്തുരക്ഷിച്ച ഈ കടൽ മക്കൾക്കായി സർക്കാരുകൾ മുൻപ് പുനർഗേഹം പോലുള്ള പദ്ധതികളിലൂടെ സുരക്ഷിത ഭവനങ്ങളും ട്രോളിംഗ് നിരോധന സമയത്ത് ആശ്വാസ ധനസഹായവും തീരദേശ വികസനവും ഒക്കെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് നേരാണ്. എന്നാൽ ഒരു നാടിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ചോരയും നീരും നൽകിയ ഈ മനുഷ്യർക്ക് നാം നൽകേണ്ടത് വെറും ഒരു സാമ്പത്തിക ആശ്വാസമാണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് ആവശ്യമുള്ളത് ഉറപ്പുള്ള ഒരു ഭാവിയാണ്. അടിയന്തരമായി നാളെയല്ല ഇന്ന് തന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും അഴീക്കലിലും കൊല്ലത്തും താൽക്കാലിക മണൽ ചാക്കുകൾക്ക് പകരം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സ്ഥിരമായ കടൽ ഭിത്തികളും പുലിമുട്ടുകളും നിർമ്മിച്ച അവരുടെ ജീവനും സ്വത്തിനും കൃത്യമായ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് അവരും വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. എന്നാൽ കേരളത്തിലെ മാറി മാറി വന്ന സർക്കാരുകൾ അവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഓരോ വർഷവും തീര സംരക്ഷണം എന്ന പേരിൽ അടിയന്തരമായി നിരത്തുന്ന മണൽ ചാക്കുകൾ ആദ്യ തിരയിൽ തന്നെ ഒലിച്ചു പോകുന്നു. ജിയോ ട്യൂബുകളും ടെട്രാപാഡുകളും ഉപയോഗിച്ചുള്ള സ്ഥിരമായ കടൽ ഭിത്തി എന്ന പ്രഖ്യാപനം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുന്നുവെന്നാണ് ആ പ്രദേശവാസികളുടെ പരാതി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. തങ്ങളുടെ കൊച്ചു വീടുകൾ കടലെടുക്കുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൈനീട്ടി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് ഈ കാവലാളുകളെ കരകയറ്റിയാൽ മാത്രമല്ലേ നമ്മൾ അവരോട് കാണിക്കുന്ന വാചകമടികൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാകും? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഈ വിഷയം കേവലം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ലൈക്കുകളിലും ഒതുങ്ങാതെ തീരദേശ സംരക്ഷണത്തിനും അവരുടെ സുരക്ഷിതമായ ഭാവിക്കുമായി നമ്മൾ ജനങ്ങൾ, മലയാളികൾ ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതില്ലേ? സ്വന്തം ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴും നാടിന്റെ കാവലാളുകളായി മാറിയിരുന്ന ഈ യഥാർത്ഥ ഹീറോകളെ നാം എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളും കരുതുന്നില്ലേ? നമ്മൾ ഇന്ന് സമാധാനത്തോടെയും സുരക്ഷിതരായും സ്വന്തം വീടുകളിൽ ഇരിക്കുമ്പോൾ അന്ന് തങ്ങളുടെ സർവസ്വവും പണയം വെച്ച് നമ്മെ രക്ഷിച്ച ആ വലിയ മനുഷ്യരെ നാം ഒരു കാലത്തും മറക്കരുത്. പ്രകൃതിയുടെ കോപത്തിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന അവർക്ക് കൈത്താങ്ങാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മികമായ കടമയാണ്. അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ നാം മുന്നോട്ട് വരേണ്ടതല്ലേ? മാത്രമല്ല, ഈ വിഷയം സമൂഹത്തിൽ വലിയ ചർച്ചയാകേണ്ടതുണ്ട്. കാരണം അവർ ചോദിക്കുന്നത് വലിയ ആഡംബരങ്ങളോ ബംഗ്ലാവുകളോ ഒന്നുമല്ല. സന്ധ്യ മയങ്ങുമ്പോൾ ഭയമില്ലാതെ ഉറക്കത്തിൽ കടൽ വന്ന് വിഴുങ്ങില്ലെന്ന ഉറപ്പോടെ സ്വന്തം കുഞ്ഞുങ്ങളെ മാറോടണക്കി ഉറക്കാൻ പറ്റുന്ന മണ്ണ്, അതാണ് അവർക്ക് വേണ്ടത്. അത് മാത്രമാണ് അവർക്ക് വേണ്ടത്. ഇനി പറയൂ പ്രേക്ഷകരെ, നിങ്ങൾ പ്രളയത്തിൽ മുങ്ങിയപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മളെ കരകയറ്റിയ ഇവർ ഇന്ന് കരയിൽ വഴിയാധാരമാകുമ്പോൾ അന്ന് അവരെ നെഞ്ചിലേറ്റിയ നമ്മൾ ഇന്ന് മൗനം പാലിക്കുന്നത് നീതിയാണോ? പ്രളയകാലത്ത് നമ്മളെ പിടിച്ചു കയറ്റി ഈ കടൽ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങളായ മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ സ്ഥിര സുരക്ഷ ഉറപ്പാക്കാൻ എന്താണ് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത്? ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം ഓർക്കുകയും അല്ലാത്തപ്പോൾ മറന്നു പോവുകയും ചെയ്യേണ്ടവരാണോ ഈ നാടിന്റെ കാവലാളുകൾ? ഇവരുടെ കണ്ണീരൊപ്പാൻ ഇനിയെങ്കിലും നമ്മൾ ഒന്നിച്ച ശബ്ദമുയർത്തേണ്ടതില്ലേ? നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ അർഹതപ്പെട്ടവരിലേക്കും അധികാരികളിലേക്കും എത്തുന്നതിനായി ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക.